പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം എന്ന് പറയുന്നത് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾക്കെതിരെയുള്ള വ്യക്തമായ ഗൂഢാലോചനയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല അതിന് കൂട്ടുനിന്നത് LDF സർക്കാരും എന്നുള്ളത് തെളിവ് സഹിതം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. അപ്പോ കൊച്ചിയിലെ ഹിജാബ് വിഷയം എന്ന് പറയുന്നത് ഒത്തുതീർപ്പായി എന്നൊക്കെ വിചാരിച്ച് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് വീണ്ടും കുറെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഇത് വ്യക്തമായ ഗൂഢാലോചനയായിരുന്നു എന്നുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ സമവായമില്ല എന്നുള്ള ഒരു വാർത്തയുമാണ് പുറത്തേക്ക് വരുന്നത്. അതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് LDFും UDFും തന്നെ എന്നുള്ള തെളിവുകളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെയും മിനിഞ്ഞാന്നാളും ഒക്കെ ആയിട്ട് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് ഒത്തുതീർപ്പായ ഒരു കേസ് എന്ന് പറയുന്നത് ശിവൻകുട്ടി വീണ്ടും കുത്തിപ്പൊക്കുന്നു. അങ്ങനെ ആ ഒരു നിലപാടിൽ നിന്ന് U-ടേൺ അടിക്കുന്നു. അതുപോലെ തന്നെ സർക്കുലർ കൊടുക്കുന്നു സ്കൂളിന്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിനുശേഷം SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അതായത് വർഗീയ പാർട്ടി എന്ന് തന്നെ പറയാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നലെ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. അതായത് എല്ലാ സ്കൂളുകളിലും ഹിജാബ് ധരിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഹിജാബ് ധരിക്കാൻ അവകാശം കൊടുത്തുകൊണ്ടുള്ള ഒരു സർക്കുലർ ഈ വിദ്യാഭ്യാസ മന്ത്രി ഇറക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. പക്ഷെ ശിവൻകുട്ടി അത് അന്വേഷിച്ച് പഠിച്ചിട്ട് പറയാം, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് ഒഴിവ് പറഞ്ഞ് മാറി നിന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കള്ളത്തരം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഒരു വിഭാഗത്തെയും ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ എന്നാൽ ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, അത് LDF സർക്കാരിന്റെ തന്നെ ഒരു നയമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് പുറത്തേക്ക് വരുന്ന വാർത്ത എന്ന് പറയുന്നത് സമവായമില്ല എന്നുള്ളതാണ്. ഇന്നലെ കൃത്യമായിട്ട് ഈ സമവായമായി എന്നൊക്കെ ഉള്ള വാർത്തകൾ പുറത്തേക്ക് വന്നപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നു. ആ സ്കൂൾ തുറന്നപ്പോൾ ചാനലുകളുടെ ക്യാമറ കണ്ണുകളെല്ലാം സ്കൂളിലേക്കായിരുന്നു. അതായത് ഈ കുട്ടി സ്കൂളിലേക്ക് വരുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അവസാനം 9 മണിയായിട്ടും എത്താത്ത ഒരു സാഹചര്യത്തിൽ ചാനലുകാർ കുറച്ച് പേര് ആ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചു. രക്ഷിതാവിനെ വിളിച്ചപ്പോൾ 3 ദിവസം ലീവാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ശാരീരിക പ്രശ്നങ്ങളാണ്, ചികിത്സ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ രക്ഷിതാവ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സ്കൂളിന്റെ ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ തയ്യാറാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശിവൻകുട്ടി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയ സ്ഥിതിക്ക് എനിക്കൊന്ന് ആലോചിക്കണം എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. അപ്പോൾ അടങ്ങിയ ഒരു വിഷയം എന്ന് പറയുന്നത് വീണ്ടും ഊതിപ്പെരിപ്പിക്കുക എന്ന് പറയുന്നത് ചെയ്തതിന് ഉത്തരവാദി ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ചാനലുകൾ പച്ചക്കള്ളം വിളിച്ച് പറയുന്ന ഒരു അവസ്ഥ. അതായത് ചാനലുകൾ ഈ രക്ഷിതാവിനെ വീണ്ടും ബന്ധപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സ്കൂളുകാര് രേഖാമൂലം എഴുതി ഒപ്പിട്ട് തരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് സ്കൂളിന്റെ ചട്ടങ്ങളെല്ലാം തന്നെ പാലിച്ചു കൊള്ളാം എന്നുള്ള ഒരു ലെറ്റർ കൊടുക്കണം എന്നാണ് സ്കൂളുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇത് ചാനലുകൾ പ്രചരിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ സമവായത്തിലായ ഒരു കേസ് എന്ന് പറയുന്നത് വീണ്ടും കുത്തിപ്പൊക്കി സ്കൂളുകാര് ദുർവാശി കാണിക്കുന്നു അല്ലെങ്കിൽ ശാഠ്യം പിടിക്കുന്നു എന്നുള്ള രീതിയിലാണ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഇത് ഊതിപ്പെരിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലാണ്. അരുൺകുമാറാണ് ഇന്ന് ആ വാർത്ത രാവിലെ തന്നെ ചെയ്തത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ജനങ്ങൾ കഴുതകളല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്നലെ ഈ ഒരു സർക്കുലർ അല്ലെങ്കിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് സ്കൂളിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 11 മണിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം എന്നാണ് ശാഠ്യം പിടിച്ചത്. അപ്പോ ആ ലെറ്റർ കിട്ടിയത്, ഇമെയിൽ വഴി കിട്ടിയത് 9:15 രാവിലെ. അതായത് 2.25 മണിക്കൂറിനുള്ളിൽ ഈ ഒരു വിശദീകരണം അവർ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ലെറ്റർ ആയിരുന്നു. മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശദീകരണം മാത്രം പോരാ, ഇത് ഒത്തുതീർപ്പിലായി കുട്ടിയുടെ മാതാപിതാക്കൾ ഈ ഒരു ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരാൻ അല്ലെങ്കിൽ സ്കൂളിന്റെ ചട്ടങ്ങൾ പാലിക്കാൻ തയ്യാറാണ് എന്ന് എഴുതിത്തരുന്ന ആ ലെറ്റർ കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്നാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നത്. അപ്പൊ സ്കൂളുകാരാണോ ശാഠ്യം പിടിക്കുന്നത് അതോ വിദ്യാഭ്യാസ മന്ത്രിയാണോ ശാഠ്യം പിടിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കുരുക്കാണ്. ആ കുരുക്കിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോ ഈ പിതാവ് എന്ന് പറയുന്നത്, അതായത് കുട്ടിയുടെ രക്ഷകർത്താവ് എന്ന് പറയുന്നത് നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. കാരണം രേഖാമൂലം ആവശ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് ആലോചിക്കണം,
ഇപ്പോ സമവായമായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ചാനലുകളോട് ഈ രക്ഷിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തമായ ഗൂഢാലോചനയാണ് എന്നുള്ളത് ഇന്നലെ PTA പ്രസിഡന്റ് ചാനലുകൾക്ക് മുന്നിൽ വന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. അതായത് ഈ സ്കൂൾ ഇരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ 19ാം ഡിവിഷനിലാണ്. ഈ 19ാം ഡിവിഷനിലത്തെ കൗൺസിലർ എന്ന് പറയുന്നത് രചന എന്ന് പറയുന്ന CPM-ന്റെ ഒരു കൗൺസിലറാണ്. ഈ കൗൺസിലർ താമസിക്കുന്നത് സ്കൂളിന്റെ 500 മീറ്റർ പരിധിക്കുള്ളിലാണ്. എന്നിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു ഫോൺ കോളോ നേരിട്ട് വരികയോ ചെയ്തിട്ടില്ല ഈ കൗൺസിലർ എന്ന് പറയുന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വരാതിരിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്ന PTA പ്രസിഡന്റ് സംശയം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളത് കൗൺസിലർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നിരിക്കാം. മാത്രമല്ല ആ വിഷയത്തിൽ ഇടപെടരുത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശം CPM-ന്റെ ഉന്നതങ്ങളിൽ നിന്ന് ആ കൗൺസിലർക്ക് കിട്ടിയിരുന്നിരിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് PTA പ്രസിഡന്റ് പറയുന്നത്. സാധാരണ ഒരു സ്കൂളിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ അവിടെ തന്നെയുള്ള കൗൺസിലർ ആയിരിക്കും അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരായിരിക്കും, എല്ലാവരും പരസ്പരം പരിചയമുള്ളവരായിരിക്കും. അപ്പോൾ ഈ കൗൺസിലർ വന്നിട്ട് ലോക്കലായിട്ട് ചർച്ച നടത്തി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് LDF-ന്റെയും ജിഹാദി പ്രവർത്തനം നടത്തുന്ന ചില വർഗീയ സംഘടനകളുടെയും ഒരു അജണ്ടയായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇനി ഈ കോടതിയെ ലക്ഷ്യം നടത്തിയതിനു ശേഷം ഈ ശിവൻകുട്ടിക്കെതിരെ ആരും പരാതി കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ കുറെ കമന്റുകൾ എന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്, ഈ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും BJP ആണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രതികരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പരാതി കൊടുക്കുമായിരിക്കും. അത് ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത്, അതായത് CPM-ഉം ചില വർഗീയവാദികളും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഫലമായി പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ വിവാദം എന്ന് പറയുന്നത് കൃത്യമായി കോൺഗ്രസ് ഹൈജാക്ക് ചെയ്ത് അവരുടെ ഒരു ക്രെഡിറ്റിൽ കയറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ശിവൻകുട്ടി എന്ന് പറയുന്നത് നിലപാടെടുത്തിരിക്കുന്നത് ഈ വർഗീയവാദികൾക്ക് അനുകൂലമായിട്ടാണ്. അതായത് ഹിജാബ് ധരിക്കണം എന്നുള്ള ആ ഒരു നിലപാട് തന്നെയാണ് നമ്മളുടെ ശിവൻകുട്ടിയും എടുത്തിരിക്കുന്നത്. അപ്പൊ അത് മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ്. ആ കാര്യത്തിൽ ശിവൻകുട്ടിയെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശിവൻകുട്ടിക്കെതിരായി കോൺഗ്രസ് രംഗത്ത് വന്നാൽ അവരുടെയും മുസ്ലിം വോട്ടുകൾ പോവും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ അഡ്വക്കേറ്റ് വ്യക്തമാക്കിയതാണ്. അതായത് സ്കൂളിന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് 117 140 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ ഒരു കുട്ടിക്ക് മാത്രമാണ് പ്രശ്നം. അപ്പോ മറ്റു കുട്ടികൾക്കൊന്നും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് ധാരാളം കോണുകളിൽ നിന്ന് മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഫോൺ കോളുകൾ വരുന്നു, നേരിട്ട് വന്ന് സംസാരിക്കുന്നു. നിങ്ങളും ഹിജാബിന് വേണ്ടി വാദിക്കണം, ഹിജാബിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ള ഒരു ആവശ്യമായിട്ട് ധാരാളം പേര് അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. അത് സ്കൂളിൽ വന്ന് ആ രക്ഷിതാക്കൾ പറയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സ്കൂളിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അവര് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനെതിരെയും ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ ഡയറക്ടർ ചോദിച്ച ആ ഒരു വിശദീകരണത്തിനെതിരെയും കോടതിയിൽ കേസുമായിട്ട് പോവാനാണ് സ്കൂളുകാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോ ഇത് കേസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ സമവായത്തിലേക്കല്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് LDF സർക്കാരാണ്, വർഗീയവാദികൾക്ക് കൂട്ടുപിടിച്ച LDF സർക്കാരാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.